ഡാനി പോൾ കൂടിയുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാറിയ നിലപാട് വിദ്യാഭ്യാസ മന്ത്രിയുടെ അത് സ്കൂൾ അധികൃതർ ഏത് തരത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത്? ശക്തമായ വിമർശനം തന്നെയല്ലേ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഭവ്യ, ശക്തമായ വിമർശനം തന്നെയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉള്ളത്. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളെല്ലാം അവസാനിച്ചു എന്ന ഒരു ധാരണയിൽ എത്തി നിൽക്കുന്നു. കുട്ടി അടുത്ത ദിവസം മുതൽ സ്കൂളിലേക്ക് വരും. അത് ആ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. സ്കൂൾ നിയമങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ടതെന്ന് കുട്ടിയുടെ പിതാവ് തന്നെ പറയുന്നു. തങ്ങളൊരു വിവാദത്തിലേക്കുമില്ല. സ്കൂൾ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ കുട്ടി സ്കൂളിലേക്ക് തന്നെ വരും. എന്താണ് ഇവിടുത്തെ ഒരു ബൈലോ, ഒരു പ്രോട്ടോകോൾ എന്താണ്, അതനുസരിച്ചുകൊണ്ട് തന്നെ കുട്ടി മുന്നോട്ട് വരും. മറ്റു വിവാദങ്ങൾക്കില്ല എന്നതെല്ലാം തന്നെ ചർച്ചകൾക്ക് ശേഷം അവർ പ്രതികരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഹൈബി ഈഡൻ എംപിയും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മുൻ MLA ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങി കോൺഗ്രസ് നേതാക്കളാണ് എല്ലാവരും തന്നെ. ഇവരുടെ എല്ലാ നേതൃത്വത്തിലാണ് ഇന്നലെ ചർച്ചകൾ നടന്നത്. അതിനുശേഷം അത് തീർച്ചയായും ഇതൊരു മറ്റൊരു വിഷയത്തിലേക്ക്, ഒരു വർഗീയ ചുവയുള്ള ഒരു വിഷയം തന്നെയാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു തരത്തിലേക്ക് ഒരു ചർച്ചകളും പോകേണ്ടതില്ല. കാരണം ഏതെങ്കിലും രീതിയിലുള്ള സംഘടനകൾ ഈ വിഷയം ഏറ്റെടുക്കുകയും അത് പിന്നീട് ഇത് കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യരുത്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ വിഷയങ്ങൾ രമ്യമായി പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന ഒരു തീരുമാനം സ്ഥലം MP എന്ന രീതിയിൽ ഹൈബീഡൻ അടക്കം എടുത്തിരുന്നു. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ചർച്ചകൾ നടത്തി ഇന്നലെ അത് സമവായത്തിൽ അവസാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിന് ഒടുവിലാണ് വൈകുന്നേരത്തോടുകൂടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നത്. കുട്ടിയുടെ പിതാവ് ആദ്യഘട്ടത്തിൽ നൽകിയ ഒരു പരാതി, അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രതികരണം, ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ അവരൊരു ഔദ്യോഗികമായ ഒരു പ്രതികരണം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇന്നലെ അവരുടെ അഭിഭാഷകയും സംസാരിച്ചത് ഇതിന് മറുപടി നൽകണം, 11 മണിക്ക് മുൻപായിട്ട് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ആ മറുപടി തീർച്ചയായും തന്നെ നൽകും. അത് ഉത്തരവാദിത്തപ്പെട്ടതാണ്. അത് മറുപടി തന്നെ നൽകും. പക്ഷെ ഇത് അവസാനിച്ച ഒരു വിഷയമാണ് ഈ രീതിയിലേക്ക് വീണ്ടും ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. അത് തീർച്ചയായും തന്നെ അത്തരം ഒരു നടപടികൾ അത് ഇപ്പോഴുള്ള ഒരു അന്തരീക്ഷം തകർക്കുന്നതുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ അവരുടെ ഔദ്യോഗികമായ ഒരു പ്രതികരണം വരേണ്ടതുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി ഇത്തരം ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട, ഓഫീസിന് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട ആ മറുപടി 11 മണിക്ക് മുൻപായിട്ട് നൽകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഡാനി, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ് ഈ ക്രൈസ്തവ സംഘടനകളൊക്കെ ശക്തമായ വിമർശനവുമായി രംഗത്തേക്ക് എത്തുന്ന സാഹചര്യം. ഇപ്പോൾ മന്ത്രിക്കെതിരെ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് KCBCയും. ഈ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ മന്ത്രിയുടെ പ്രതികരണം നിയമവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ KCBCയുടെ പ്രതികരണം ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ളത്, അല്ലേ? ഇതിൽ KCBC ജാഗ്രതാ കമ്മീഷന്റേതായ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അത് ഡോക്ടർ മൈക്കിൾ പുളിക്കലിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇത് മന്ത്രിയുടെ പ്രസ്താവന അപക്വവും അജ്ഞത നിറഞ്ഞതുമാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ഇതിൽ സമൂഹത്തെ ഒന്നിപ്പിച്ച് നിർത്തേണ്ട ജനപ്രതിനിധി വിഭാഗീയതയുടെ വക്താവാകരുതെന്നും ജാഗ്രതാ കമ്മീഷൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങൾ പലതും തന്നെയും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മന്ത്രിയുടെ നടപടി അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ഇന്നലെ വന്നിരുന്നത്. തീർച്ചയായും ഇപ്പോൾ അവസാനിപ്പിക്കപ്പെട്ട ഒരു വിഷയം അത് എന്തുകൊണ്ട് വീണ്ടും അത് ഉയർത്തപ്പെടുന്നു, വീണ്ടും അത് പഴയ രീതിയിലേക്ക് തന്നെ വന്നിരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയും ഇത്തരം ഈ ഓരോ സ്കൂളിന്റെയും ഡ്രസ് കോഡുകൾ അത് അവരുടെ ഒരു സ്വതന്ത്ര അവകാശമാണ് എന്ന നിലയിൽ തന്നെ നിലനിൽക്കുമ്പോൾ പോലും അതിനൊരു പൊളിച്ചെഴുത്ത് എന്ന രീതിയിലേക്ക് പലർക്കും ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് ആ വിഷയത്തെ വീണ്ടും വലിച്ചഴക്കപ്പെട്ടത് മന്ത്രി തന്നെയാണ്. അത് എന്തുകൊണ്ട് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നു എന്നതടക്കം ഇതിൽ നമ്മുടെ തന്നെ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പുരോഹിതരടക്കം ഇത്തരം കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു നടപടി വീണ്ടും ഈ വിഷയത്തെ ഒന്നുകൂടി അത് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഏത് രീതി ഒരു പ്രതികരണവും ലഭ്യമായിട്ടില്ല. ഏത് രീതിയിലാണ് അവരിതിനോട് പ്രതികരിക്കുക? കാരണം ഇന്നലെ അവർ ആ വിഷയങ്ങളിൽ ഇനി തങ്ങൾക്ക് വിവാദങ്ങൾക്ക് താല്പര്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ഈ രീതിയിലേക്ക് ഇത്ര ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാകുമെന്ന് തങ്ങൾ കരുതിയിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തിരുന്നു.
കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് പ്രധാനമെന്ന രീതിയിൽ തന്നെ അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഇതിൽ കൃത്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരേണ്ടത് കുട്ടിയുടെ കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെയുമാണ്. വരും മണിക്കൂറിൽ നമ്മളത് പ്രതീക്ഷിക്കുകയാണ്. ഡാനി, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് നമ്മൾ ന്യൂസ് 18നോട് തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമുണ്ട്. പല കോണിൽ നിന്ന് ഈ മതസംഘടനകളുടെ അടക്കം ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. അത്തരത്തിൽ പരസ്യമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു, കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളിന് ശക്തമായ സുരക്ഷയൊക്കെ, പോലീസ് കാവലൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ആ രീതിയിലുള്ള പോലീസ് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനും സാഹചര്യമുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഉള്ളത് നിലവിൽ. കാരണം ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പലരും തന്നെ സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതുകൊണ്ട് പോലീസ് സുരക്ഷ ഒരുക്കേണ്ടത് ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറരുത് എന്ന് പലരും ആഗ്രഹിക്കുന്നു. പലരും പറയുമ്പോൾ പോലും തന്നെ ഈ വിഷയങ്ങൾ വീണ്ടും അതേ രീതിയിലേക്ക് ഇന്നലെ മന്ത്രിയുടെ ഓഫീസിന്റെ ഒരു ഇടപെടൽ കൊണ്ട് വീണ്ടും അതേ രീതിയിലേക്ക് തിരിച്ചുവിടപ്പെട്ടു എന്ന രീതിയിലുള്ളൊരു വിമർശനം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും എന്താണ് ഇനി വരും മണിക്കൂറുകൾ, ഇനി ഒരുപക്ഷെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു വിഷയം മാത്രമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മാനേജ്മെന്റ് എടുക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് ഇത്രയധികം ഇടപെടലുകൾ ഉണ്ടാകുന്നു എങ്കിൽ അത് തീർച്ചയായും തന്നെ അത് കരുതലോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യവും തന്നെയാണ്. ഈ വിഷയത്തിൽ വരും മണിക്കൂറുകളിൽ അവരുടെ പ്രതികരണം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്. യെസ്, തീർച്ചയായും. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഡാനിയും അരുണും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അനുനയ നീക്കമൊക്കെ നടത്തി, ചർച്ചകളൊക്കെ നടത്തി പരിഹരിക്കപ്പെട്ട ഒരു വിഷയം, അവിടെ നിന്നാണ് മന്ത്രിയുടെ തുടർന്നുണ്ടായ വിമർശനങ്ങൾ ഈ വിവാദത്തെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ വിവാദം വീണ്ടും കത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ മന്ത്രിയുടെ വാക്കുകളാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞു, പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും സ്കൂളിനെതിരെ രൂക്ഷമായ ഭാഷയിൽ എന്തിന് അദ്ദേഹം രംഗത്തേക്ക് എത്തിയെന്ന വലിയൊരു ചോദ്യം പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം തന്നെയാണ് ആ വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടത്, മറുപടി നൽകേണ്ടത്. രാവിലെയിൽ നമുക്കൊപ്പം അദ്ദേഹം ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി. അതോടൊപ്പം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നടക്കം ഇനി ഈ വിഷയത്തിൽ ഏത് തലത്തിൽ പ്രതികരണം ഉണ്ടാകും, ക്രൈസ്തവ സംഘടനകളെ ഈ വിഷയത്തിൽ ഏത് തരത്തിൽ നിലപാട് അറിയിക്കും, അതോടൊപ്പം തന്നെ മുസ്ലിം മത സംഘടനകളൊക്കെ ഏത് തലത്തിൽ നിലപാട് അറിയിക്കുമെന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ കണ്ടറിയാം.